ഹായ് ഹലോ. അപ്പോൾ നിങ്ങൾ ഏട്ടൻ്റെ വീട്ടിലത്തെ തട്ടകത്തെ അമ്പലം കണ്ടിട്ടില്ലേ? അതേപോലെ ഇനി എൻ്റെ തട്ടകത്തെ അമ്പലം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. വെക്കേഷന് വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അമ്പലത്തേക്ക് പോകണം, തൊഴണം പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ വരുമ്പോൾ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളിത് അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് അമ്പലം എത്തി. ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴാൻ പോവുകയാണ്. തിരക്കുണ്ട് ചെറുതായിട്ട്, ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ നല്ല തിരക്ക് അധികം ഇല്ല, എന്നാലും തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്പലം കാണിച്ചാലോ വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ തട്ടകത്തെ അമ്പലം. വീരസ്ഥാനം വിരുട്ടാണം അമ്പലം എന്നാട്ടോ പറയുക. ഞങ്ങൾ വേലയൊക്കെ നടക്കുക, വേലയൊക്കെ കൊണ്ടുവരിക ഇങ്ങോട്ടാണ്. ഞങ്ങളുടെ തട്ടകത്തമ്മയാണ്. അപ്പോൾ ഇനി കുംഭത്തിലാണ് പൂരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അപ്പോഴൊക്കെ വന്ന് തൊഴും. പിന്നെ പറ്റണ സമയത്തൊക്കെ വന്ന് തൊഴാറുണ്ട്. ഇത് അമ്പലത്തിലെ കുളമാണ് കേട്ടോ. ഇവിടെ വന്ന് കയ്യും കാലും കഴുകിയതിൻ്റെ ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവുക. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം, ഇതാണ് കേട്ടോ. നമ്മൾ ബാക്ക് വശത്തു കൂടെയാണ് വന്നത്. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലെ ഗോപുരം കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വരിക. പക്ഷേ അപ്പുറത്തു കൂടെ വേണം ഓട്ടോറിക്ഷ വരാം. അപ്പോൾ നമുക്ക് അവിടെ നിർത്താൻ തന്നെ എളുപ്പം. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ അമ്പലത്തിൽ തന്നെ നല്ല ചുക്ക് കാപ്പിയും ഉപ്പുമാവും ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവും നാരങ്ങാച്ചാറും ചായയും കുടിച്ചു. അതിന് ശേഷം അമ്പലത്തിൻ്റെ അവിടെ തന്നെ ശരിക്കും അമ്പലം പണിത പോലെ ശരിക്കും ആ അമ്പലം എങ്ങനെയാണോ അതേപോലെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട്. അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ വർക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.